ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രരാശിമാറ്റത്തെ പറ്റിയാണ്. ഈ ശുക്രരാശിമാറ്റത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ശുക്രൻ ഇടവം രാശിയിലേക്ക് രാശി മാറി വരുന്ന സമയമാണ്. ഇടവം രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങളാണ്, സ്വക്ഷേത്രങ്ങൾ. ഇടവം, തുലാം, ഈ രണ്ട് രാശിയുമാണ് ശുക്രൻ്റെ സ്വക്ഷേത്രങ്ങൾ. ഈ രാശിയിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ഗുണഫലങ്ങൾ, നന്മകളാണ് ലഭിക്കുക. സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള ശുക്രൻ്റെ രാശിമാറ്റം 12 രാശികളിൽപ്പെട്ട ഒരു 6 രാശിയിൽ വരുന്ന 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അപ്രതീക്ഷിത യോഗഫലങ്ങൾ നൽകുന്ന തരത്തിലാണ്. ഈ ശുക്രരാശിമാറ്റം ഒരുപാട് കാലം ഇല്ലെങ്കിൽ പോലും ശുക്രൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ശുഭഗ്രഹവും ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹവുമാണ്. ഈ ശുക്രൻ വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന, ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ലൗകിക ജീവിതത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിട്ടുമാറി നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്കൊരു നന്മകൾ, ഒരു സുഖാനുഭവങ്ങൾ, അപ്രതീക്ഷിത യോഗഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഒരുപാട് കാലത്തിൻ്റെയോ വർഷത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മതി ഒരു നല്ല മാറ്റത്തിന്. അതുപോലെ ഉള്ളൊരു സമയമാണ് 2025 ജൂൺ മാസം 29-ാം തീയതിയാണ് ശുക്രൻ ഇടവം രാശിയിലേക്ക്, സ്വന്തം രാശിയായ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് ബലവാനായിട്ട് എത്തിച്ചേരുന്നത്. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ ഒരു സമയം പരിശോധിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശുക്രദശ നടക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. കാരണം ശുക്രദശ 20 വർഷക്കാലമാണ്. ശുക്രദശ നടക്കുന്നുണ്ടോ, അതല്ല മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ ശുഭനാണോ പാപനാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അമ്മൻ ജ്യോതിഷത്തിൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞു നൽകുന്ന കാര്യമാണ്. രാശിയുടെ ഫലം ഒരു പൊതുഫലമാണ്. ആ രാശിഫലത്തിൽ നമ്മൾ എത്ര വലിയ ഗുണഫലങ്ങൾ പറഞ്ഞാലും ദോഷഫലങ്ങൾ പറഞ്ഞാലും ആ രാശിയിലുള്ള നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അനുഭവത്തിൽ വരില്ല. ആ ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രസൻറ്റിൽ അവരവരുടെ ജനന ജാതകപ്രകാരം നൽകുന്ന ദശാകാലങ്ങളും നമ്മളെ അത്രയധികം സ്വാധീനിക്കുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല മാറ്റവും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ 6 രാശികളിൽ വരുന്ന നക്ഷത്ര ജാതകർ ആരാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ശുക്രരാശി മാറ്റം ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്നത് ഇടവം രാശിക്കാർക്കാണ്. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം അത്രമേൽ ഉത്തമമാണ് എന്നൊറ്റ വാക്കിൽ പറയാം. ശുക്രൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയം, ഇടവം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശുക്രൻ രാശിയുടെ അധിപനാണ്. ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ്. പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം നിങ്ങളുടെ ജന്മരാശിയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യ കാലഘട്ടമാണ്. ഈ ഒരു സമയം ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പൂർണ്ണതയിലെത്തുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലങ്ങളായി ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് പരിശ്രമിച്ചിട്ട് അതൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നു എന്നുള്ള ഒരു അനുഭവമാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും ഈ സമയത്ത് നിറവേറുന്ന ഒരു കാലമാണ്. ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും ആഗ്രഹം, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ സമയമാണ്. ഒരു നല്ല ജോലി ലഭിക്കണമെന്ന് ആഗ്രഹം, അല്ലെ അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണെങ്കിൽ ആ ജോലി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും വിദേശത്തൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കുമൊക്കെ കാലം, സമയം വളരെ വളരെ അനുകൂലമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. ശുക്രൻ എന്ന് പറയുന്നത് ഇടവം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള നെഗറ്റീവുകളെയും മാറ്റി നൽകുന്ന ഗ്രഹമെന്നർത്ഥം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പരാധീനതകൾ, കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മറികടക്കത്തക്ക തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സാമ്പത്തികം, ഒരു ധനം നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ മഹാലക്ഷ്മിയെ കുറിക്കുന്ന ഗ്രഹമാണ്.
അപ്പോൾ ഇടവം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഇപ്പോൾ സാമ്പത്തികമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അവരെ സംബന്ധിച്ച് ഈ ശുക്ര രാശിമാറ്റം ഒരു നല്ല മാറ്റം നൽകുകയും നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ തക്ക തരത്തിൽ മുന്നോട്ടൊരു പണം സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, അല്ലെ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അങ്ങനെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇടവം രാശിക്കാരുണ്ടെങ്കിൽ ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങൾക്ക് ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങൾ നേരിടുന്ന അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ, നിങ്ങളൊരു നന്മകൾ ചെയ്താൽ പോലും ചിലപ്പോൾ നിങ്ങൾ നേരിടുന്ന അനാവശ്യമായ എതിർപ്പുകൾ, ശത്രുതകളൊക്കെ ഈ ഒരു സമയത്ത് പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖലയിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയവുമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ ഭൂമി സംബന്ധമായിട്ട്, അല്ലെ മറ്റ് ദാമ്പത്യപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി മനസ്സിനൊരു സമാധാനം, സ്വസ്ഥത ലഭിക്കുന്ന അനുഭവവും ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് അത്രമേൽ ഉത്തമമാണ് എന്ന ഒറ്റ വാക്കിൽ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ ഒരു ശുക്രരാശി മാറ്റം നൽകും. ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അലട്ടുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി, പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു അനുഭവമാകുണ്ടാകും. ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി ഓരോ വ്യക്തികളും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ നൽകും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ ഈ ശുക്രരാശി മാറ്റം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഈ ഒരു സമയം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ശുക്രരാശി മാറ്റം ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടക രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്കാണ് ഈ ശുക്രരാശി മാറ്റം കൊണ്ട് ഏറ്റവും വലിയ ഒരു ഗുണഫലങ്ങൾ, നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നത്. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലമാണ് ജൂൺ മാസം 29 മുതൽ ആരംഭിക്കുന്നത്. ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹവുമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം കർക്കിടക രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്രയും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ ഏത് ആഗ്രഹവും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സർവാഭീഷ്ട സ്ഥാനത്ത് ഈ ലൗകിക സുഖങ്ങളുടെ അധിപതിയായ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമാകുന്ന ഒരു സമയം. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടൊഴിഞ്ഞ് അതുമൂലം വളരെയധികം ധനലാഭം, പണവരവ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾ ഏത് ജോലി, ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി അപ്രതീക്ഷിതമായ ധനവരവ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയം, ഈ ഒരു കാലം ചെറുതാണെങ്കിൽ കൂടെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു സമ്പാദ്യം ലഭിക്കുന്ന സമയമാണ്. അത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അവരവരുടെ ആ ധനവരവിനനുസരിച്ച് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ലൊരു സമ്പാദ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം, ഒരു കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും ഈ ഒരു ശുക്രരാശി മാറ്റം പൂർത്തീകരിക്കും. പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഒരു ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുവാനുള്ള യോഗം, വിദേശ ജോലി ഭാഗ്യം, അങ്ങനെ പല തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ, നന്മകളാണ് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ലൗകിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് രണ്ട് കുടുംബങ്ങളിലായിട്ടൊക്കെ വേർപിരിഞ്ഞ് കഴിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പര അന്യോന്യം, സ്നേഹം ഒക്കെ ഉണ്ടാവുകയും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം കർക്കിടക രാശിക്കാർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങളാണ്. അതുപോലെ പ്രധാനമായിട്ടും ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങി തിരിച്ച് പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. അതുപോലെ കുടുംബപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയൊക്കെ വന്നു ചേരാനുള്ള യോഗവും ഈ ഒരു ശുക്രരാശി മാറ്റം നൽകും. പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന അനുഭവമാണ് ഈ ഒരു ശുക്രരാശി മാറ്റം ഓരോ കർക്കിടക രാശിക്കാർക്കും നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ, കർക്കിടക രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം, മാതാവിനാൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന, അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കർക്കിടക രാശിക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ലഭിച്ച് ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം, പുത്തനുണർവ്, ഉന്മേഷം ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. സുഖാനുഭവങ്ങൾ, അപ്രതീക്ഷിതമായ സുഖാനുഭവങ്ങൾ, നന്മകളൊക്കെ നൽകും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പലരും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയുണ്ട്. അത് ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും എന്നുള്ളത് മാത്രം. അപ്പോൾ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ആ ഒരു സമസ്ത മേഖലകളിലും ആ മാറ്റം നിങ്ങൾക്ക് നൽകും. മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു സുഖം, സമാധാനം, സന്തോഷം നൽകുക. അതുപോലെ നിങ്ങളുടെ കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നൽകുക. ഈ ഒരു ശുക്രരാശി മാറ്റം സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ നൽകുന്ന ഒന്നാണ്. മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം നൽകും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങൾ ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് ആ ഒരു തടസ്സങ്ങൾ മാറ്റി നൽകും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉള്ള ഒരു മംഗല്യഭാഗ്യം, വിവാഹ ജീവിതം ലഭിക്കുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് കർക്കിടകം രാശിക്കാർക്ക് വിവാഹമൊക്കെ ആലോചിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് വിവാഹമൊക്കെ അവസാന നിമിഷം മാറിപ്പോയ ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്ര രാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അനുയോജ്യരായ വിവാഹ ജീവിതത്തിൽ ആ ഒരു ജീവിത പങ്കാളിയെ നൽകും എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹ, കുടുംബ, ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ശുക്രരാശി മാറ്റം ഉത്തമമാണ്. എല്ലാം കൊണ്ടും ഈ ശുക്രരാശി മാറ്റം കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ, നന്മകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകും. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ ശുക്രരാശി മാറ്റം സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് ധനകാരകനായ ഗ്രഹമാണ്. അതുപോലെ ഭാഗ്യാധിപതിയും, ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. ഈ ഗ്രഹം നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്ന കാലമാണ്. ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട്, നിങ്ങൾ കന്നിരാശിക്കാർക്ക് പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം സ്വക്ഷേത്ര ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. ഇപ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഇതിൽ പരമൊരു ഭാഗ്യം ഈ ഒരു കാലത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, ഗുണാനുഭവങ്ങളാണ് ഈ ഒരു സമയത്ത് വന്നു ചേരുക. ഈ ഭാഗ്യാനുഭവങ്ങൾ എങ്ങനെയാണ് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോ സ്ത്രീ പുരുഷന്മാരെയും സംബന്ധിച്ച്, ഓരോ മനുഷ്യരെയും സംബന്ധിച്ച് കന്നിരാശിയിൽപ്പെട്ടവർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളുമായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയം. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം ഒരു പുതിയൊരു ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ടാകും. അത് നിങ്ങളെ സംബന്ധിച്ച് പലർക്കും ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്ന അനുഭവം, അതുപോലെ വിദേശ ജോലി ഭാഗ്യം, വിദേശവാസം ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയം. സ്വന്തമായി ഒരു തൊഴിൽ, ഒരു പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കണം എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് അതിനുള്ള ഈശ്വരാനുഗ്രഹം വന്നു ചേരും. സ്വന്തമായൊരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന കന്നിരാശിക്കാർക്കും ആ കർമ്മ മേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി വിട്ടുമാറുകയും കർമ്മ മേഖല, നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന തൊഴിൽ കർമ്മമേഖല ഏതാണോ അത് വളരെ നല്ല രീതിയിൽ അതിൽ നിന്ന് ധാരാളം ധനവരുമാനമുണ്ടായി മുന്നോട്ട് പോകുന്ന അനുഭവം ലഭിക്കും.
ആ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ആ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ വിട്ടുമാറി ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല മംഗല്യ ഭാഗ്യം വന്നു ചേരും. അതും ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട പലർക്കും സ്വന്തമായിട്ട് ഒരു കുടുംബം ഉണ്ടാകുന്ന ഒരു കാലം, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹം പലർക്കും സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം, അതിനുവേണ്ടി നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന സമയം. ഈ ഒരു സമയത്ത് പലരും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുക, ഗൃഹം നിർമ്മിക്കുക, അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ പലർക്കും വന്നു ചേരുകയും ചെയ്യും. ശുക്രൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ധനകാരകനായ ഗ്രഹമായതുകൊണ്ട് അപ്രതീക്ഷിതമായ ധനഭാഗ്യം, സൗഭാഗ്യം ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾ കന്നിരാശിക്കാർക്ക് ലഭിക്കും. സാമ്പത്തികപരമായിട്ട് പണം സംബന്ധിച്ച് അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന സമയം. അതുപോലെ കുടുംബത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടെ ആയതുകൊണ്ട് ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷം, സുഖം ലഭിക്കുന്ന സമയം. അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ സഹോദരങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുക. അങ്ങനെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നല്ല ഒരു സമാധാനം, സന്തോഷം, സുഖം ലഭിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ അത്രയും ഒരു മതിപ്പ് ലഭിക്കുന്ന ഒരു കാലമാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്കത് പാലിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടു കൂടി കന്നിരാശിയിൽപ്പെട്ട പലരുടെയും ആ കുടുംബത്തിൽ ചിലരെ സംബന്ധിച്ചൊരു ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗം, അതുപോലെ തന്നെ മംഗളകരമായിട്ടുള്ള ഒരു വിവാഹം നടക്കുന്ന സമയം. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവരവരുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു സമയവുമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് എല്ലാ തരത്തിലും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, ഗുണാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയം. വിദേശ ജോലിക്കും അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഒരു ബിസിനസ്, ഒരു തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്കും ഈ ഒരു ശുക്രരാശി മാറ്റം വളരെയധികം നല്ല ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ നൽകും. നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൽ അത്രമേൽ ഉയർച്ചയാണ് ശുക്രൻ നൽകുന്നത്. ഭാഗ്യസ്ഥാനത്ത് അതും ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിങ്ങൾക്കത് ഇടവം രാശിയാണ് ഭാഗ്യസ്ഥാനം. ആ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. പലതരത്തിലുള്ള അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, യോഗഫലങ്ങൾ, നന്മകളാണ് ഈ ഒരു സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാല സ്ഥിതിയും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് അത്രമേൽ ഉത്തമമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം അത്രമേൽ ഉത്തമമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ നിങ്ങൾക്ക് അഷ്ടമാധിപതിയാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ ഈ ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. ഇപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ഇടവത്തിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങൾക്കത് 8ാം ഭാവമായ അഷ്ടമസ്ഥാനമായിട്ട് വരുന്നു. അഷ്ടമത്തിൻ്റെ ആധിപത്യം കൂടെ വഹിക്കുന്ന ഗ്രഹമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ, പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം. തുലാം രാശിക്കാർക്ക് രാശ്യാധിപതിയും തുലാം ലഗ്നക്കാർക്ക് ലഗ്നത്തിൻ്റെ അധിപതിയുമാണ് ശുക്രൻ. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് ഇടവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഉത്തമമായിട്ടുള്ള ഒരു സർവാഭീഷ്ട കാലഘട്ടം എന്ന് തന്നെ പറയാം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടായിരുന്ന ആഗ്രഹം പലതവണ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് നിങ്ങൾ മറന്നുപോയി അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം അപ്രതീക്ഷിതമായിട്ടുള്ള പല ഗുണാനുഭവങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരും. അതും പലർക്കും പലതരത്തിലായിരിക്കും അനുഭവം. ചിലരെ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ലഭിക്കുന്ന അപ്രതീക്ഷിതമായ ഉയർച്ച, നല്ല മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങളായിരിക്കും. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രതീക്ഷിച്ച ഒരു പദവി ഉയർച്ചയോ അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ലഭിക്കുന്ന സമയം. അതല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും ഒരു നല്ലൊരു ജോലി ലഭിച്ച് നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തിലേക്ക്
ചെന്ന് അവിടെ താമസിച്ച് ജോലി ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ തന്നെ വിദേശ ജോലിക്കൊക്കെ പരിശ്രമിക്കുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങൾക്കൊരു വിദേശ ജോലി, വിദേശ ഭാഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അത് ജോലിയാണെങ്കിലും അതല്ല സ്വന്തമായിട്ടൊരു ബിസിനസ്, തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങളാണ് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഏതെങ്കിലും തരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഈ ശുക്രരാശി മാറ്റം തുലാം രാശിയിൽപ്പെട്ട പലർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം നൽകും എന്നുള്ളതാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരും. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ശുക്രരാശി മാറ്റത്തോടുകൂടി വിട്ടുമാറും. കാരണം ശുക്രൻ നിങ്ങൾക്ക് അത്രമേൽ പൂർണ്ണ ശുഭനാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഈ ശുക്രരാശി മാറ്റം നല്ല മാറ്റങ്ങൾ നൽകും. മനസ്സിനെ അലട്ടിയിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വിട്ടുമാറി മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. മറഞ്ഞിരിക്കുന്ന ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം അനുഭവത്തിൽ വരുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കർമ്മത്തിൽ ആ ഒരു മാറ്റം അനുഭവത്തിൽ വരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അതുപോലെ ദാമ്പത്യപരമായ, കുടുംബ സംബന്ധമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും വിട്ടുമാറും. ഒരുപാട് കാലങ്ങളായി അകന്നു കഴിഞ്ഞിരുന്ന സ്വന്തം ബന്ധങ്ങൾ, അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ ഒന്ന് കൂടിച്ചേരാനും അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള ഭാഗ്യവും ഒക്കെ ഈ ഒരു സമയം ശുക്രൻ നിങ്ങൾക്ക് നൽകും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. അതും നിങ്ങൾ തുലാം രാശിക്കാർക്ക് പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം. ഈ ഒരു സമയം നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകളും, ഭാഗ്യാനുഭവങ്ങളും, ഗുണഫലങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അനുയോജ്യമായ വിവാഹം ലഭിക്കുന്ന സമയം. അതുപോലെ പുനർവിവാഹത്തിനൊക്കെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പുനർവിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം പുനർവിവാഹത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ്. ഈ ഒരു സമയം തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന അനുഭവമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹവും നിങ്ങളുടെ കർമ്മത്തിൻ്റെ അധിപതിയുമായ ഗ്രഹമാണ്. അങ്ങനെയുള്ള ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി ഇടവം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കത് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ഏറ്റവും അധികം ലഭിക്കുന്ന സമയം. ആ ഒരു ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നന്മകളും ഗുണാനുഭവങ്ങളും വന്നു ചേരും. പ്രത്യേകിച്ചും ശുക്രൻ നിങ്ങൾക്ക് ജീവനസ്ഥാനത്തിൻ്റെ, കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതിനാൽ ഈ ഒരു സമയം കർമ്മം സംബന്ധിച്ച്, ചെയ്യുന്ന ജോലി സംബന്ധിച്ച് ഏതൊക്കെ വ്യക്തികളാണ് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതായത് ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവർ, പ്രതീക്ഷിക്കുന്ന ഒരു ശമ്പള വർധനമോ ഒരു ഉയർച്ചയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് ഒരു പദവി ഉയർച്ച ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ഥാനമാറ്റം, ഇടം മാറ്റമൊന്നും ലഭിക്കുന്നില്ല, ഇതിനൊക്കെ പരിശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റം കൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ, നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. നിങ്ങൾ കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ച, ഇടം മാറ്റം, സ്ഥാനമാറ്റമൊക്കെ ലഭിക്കുക, അങ്ങനെയുള്ള ഗുണഫലങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരും. ഇനി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട് ഇപ്പോൾ രണ്ടാമത് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കും. അതുപോലെ വിദേശ ജോലിക്കൊക്കെ പരിശ്രമിക്കുന്ന മകര രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം വളരെ ഉത്തമമാണ്. ആഗ്രഹിക്കുന്ന ജോലിയിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കും. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന
ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും ഈ ഒരു ശുക്രരാശി മാറ്റം കൊണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിലുള്ള പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. സ്വന്തം തൊഴിൽ, ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന മകരം രാശിക്കാരുണ്ടെങ്കിൽ, അത് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും, നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ കർമ്മ മേഖലയിൽ അനുഭവത്തിൽ നിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. കർമ്മ മേഖലയിൽ കൂടെ ധാരാളം വരുമാനം ലഭിക്കുക, ആ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച, ഒരു നന്മ, ഒരു നേട്ടങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അപ്രതീക്ഷിതമായി നിങ്ങളുടെ ബിസിനസ്സിൽ, തൊഴിൽ മേഖലയിലൊക്കെ പണം നിക്ഷേപിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടാവുക, ആ നിക്ഷേപങ്ങൾ മൂലം നിങ്ങൾക്കൊരു നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ വന്നു ചേരുക. ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങളാണ് ബിസിനസ്, സ്വന്തം തൊഴിലൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കും മകരം രാശിയിൽപ്പെട്ടവർക്ക് ഈ സമയത്ത് അനുഭവത്തിൽ വരുന്നത്. ശുക്രരാശി മാറ്റം മകരം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ ഈശ്വരാനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയം, പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അനുഭവം ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് മകരം രാശിക്കാർക്ക് പലർക്കും ഭൂമി സംബന്ധമായ, ഗൃഹം സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു സമയവും കൂടിയാണ് ഇത്. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ഒരു ആവലാതി, ആശങ്ക വിട്ടുമാറും. മകരം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ ഉള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുക, അവർക്ക് ഉയർ വിദ്യാഭ്യാസം, ഉയർ പഠനത്തിനുള്ള സാധ്യത വന്നു ചേരുക, അതുപോലെ വിദേശ പഠനത്തിനും ഉള്ള ഒരു സാധ്യത ലഭിക്കുന്ന സമയം. അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് വിദേശ ജോലി, അവരാഗ്രഹിക്കുന്ന യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള നല്ല ജോലിയിലൊക്കെ പ്രവേശിക്കുന്ന അതിനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് വന്നു ചേരും. അപ്പോൾ സന്താനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക. അതുപോലെ ഒരുപാട് പരിശ്രമിച്ചിട്ടും കുട്ടികളുടെ വിവാഹമൊക്കെ നടക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം ലഭിക്കും. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് മകരം രാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരു അനുഭവമാണ് വന്നു ചേരുക. മകരം രാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ടൊരു സന്താന ഭാഗ്യം ലഭിക്കുക, അതിനുവേണ്ടി നടത്തി വന്നിരുന്ന ചികിത്സകളൊക്കെ ഫലത്തിൽ, അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നു ചേരുന്നത്. സന്താനപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും, പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ശുക്രൻ എന്ന് പറയുന്നത് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായതിനാൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരും. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന മകരം രാശിക്കാരുണ്ടെങ്കിൽ ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അതൊക്കെ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. ശുക്രൻ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി ആയതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നല്ലൊരു മംഗല്യഭാഗ്യം, അനുയോജ്യരായ ജീവിത പങ്കാളികളെ കൂടെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. പലരുടെയും ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് വിട്ടുമാറും. മകരം രാശിക്കാർക്ക് ഈ ശുക്രരാശി മാറ്റം അത്രമേൽ ഉത്തമമാണെന്ന് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ആ ഒരു മാറ്റം അനുഭവത്തിൽ വരും. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങളാണ് ഈ ഒരു ശുക്രരാശി മാറ്റം നൽകുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ആ ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റും കൂടെ പരിഗണിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രരാശി മാറ്റം ഏറ്റവും ഉത്തമമാണ്. ശുക്രൻ നിങ്ങൾക്ക് 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. പൊതുവെ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു 7.5 ശനിയുടെ അവസാന കാലഘട്ടം, ആ ഒരു സമയവും അതുപോലെ രാഹുകേതുക്കളുടെ മാറ്റവുമൊക്കെ ഒരല്പം ദോഷം നൽകുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. ഈ ഒരു ശുക്രരാശി മാറ്റം
നിങ്ങൾ കുംഭം രാശിക്കാർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ സുഖസ്ഥാനത്ത് തന്നെ, അതും ശുക്രൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ്. ഈ ഒരു സമയം ശുക്രൻ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ സുഖാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കൊരു സുഖാനുഭവങ്ങൾ ലഭിക്കണമെങ്കിൽ, അത് മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഒരു സുഖം ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, അവരവരുടെ ജീവിതത്തിലുള്ള ആ കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. അത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ല മാറ്റങ്ങൾ ഉണ്ടായി ശരീരത്തിന് ആരോഗ്യം വീണ്ടും കിട്ടുമ്പോൾ നമുക്കൊരു സുഖാനുഭവം ഉണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകൾ, കടക്കെണിയിൽ അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിലൊരു മാറ്റമുണ്ടായി ആ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു സമാധാനം, സുഖം, സന്തോഷം വന്നു ചേരും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു സമാധാനം, സുഖമൊക്കെ ലഭിക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങളിലും, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു ഈശ്വരാനുഗ്രഹമൊക്കെ വന്നു ചേരുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം നമുക്ക് ലഭിക്കും. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു സമയത്ത് വിട്ടുമാറി മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. ഏഴരശനിയുടെ അവസാന കാലത്തിലെ ബുദ്ധിമുട്ടും രാഹുകേതുക്കളുടെ ബുദ്ധിമുട്ടുമൊക്കെ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളെ അതിനെയൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം അതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം നൽകി ശരീരത്തിനൊക്കെ ഒരു ആരോഗ്യം, ഒരു ഉണർവ് ലഭിക്കും. അതുപോലെ ഭൂമി, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും ഈ ശുക്രരാശി മാറ്റം ഒരു മാറ്റം നൽകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ മാതാവിൽ നിന്നോ അല്ലെങ്കിൽ മാതാവിൻ്റെ ആ ഒരു പൂർവിക വഴിയിൽ നിന്നോ അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാനുള്ള ഒരു നല്ല സമയമാണ്. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളുണ്ടായിരുന്ന ആശങ്ക, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, മാതാവിന് നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയവുമാണ്. ഈ ഒരു സമയം ശുക്രൻ നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. അതുപോലെ തന്നെ ശുക്രൻ നിങ്ങൾക്ക് കർമ്മകാരകനായിട്ടുള്ള ജീവനസ്ഥാനത്തിൻ്റെ അധിപതി ആയതുകൊണ്ട് ഇപ്പോൾ കർമ്മസംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുംഭം രാശിക്കാരുണ്ടെങ്കിൽ അതിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറി ആ കർമ്മമേഖല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ആ കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് ധാരാളം വരുമാനം വന്നു ചേരുകയും ചെയ്യും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച നൽകുന്ന ഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റം കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനപരമായിട്ടുള്ള ഉയർച്ച നിങ്ങൾക്ക് നൽകും. ആരൊക്കെയാണോ കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികൾ ഒരു ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നത്, ഒരു പുതിയ ജോലി, അത് ഒരു വിദേശ ജോലിക്കാണെങ്കിലും ഒക്കെ പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ആ ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകും. അതുപോലെ സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും അതിലൊക്കെ അപ്രതീക്ഷിതമായ ലാഭം, നേട്ടം, ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങളൊക്കെ നൽകും. ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടു കൂടി നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കഴിവുണ്ടായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടു കൂടി നിങ്ങളൊരു 10% പ്രയത്നിച്ചാൽ ഒരു 100% ഫലം ലഭിക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് 100% ഫലം ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയകൾ, അതുപോലെ നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഫലത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ സമയം എന്ന് ഒറ്റ വാക്കിൽ പറയാം. അപ്പോൾ എല്ലാം കൊണ്ടും സമയം നിങ്ങൾ കുംഭം രാശിക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം വളരെ വളരെ ഉത്തമമാണ്. അത് കർമ്മ മേഖലയിലും ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ആരോഗ്യകാര്യങ്ങളിലും പണം സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അത് നിങ്ങൾക്ക് ബാധകമാണ്. എല്ലാ തരത്തിലുമുള്ള നല്ലൊരു മാറ്റം, നല്ലൊരു ഗുണഫലം നിങ്ങൾക്ക് ഈ ശുക്രരാശി മാറ്റം നൽകും. കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി ദാമ്പത്യ കുടുംബജീവിതത്തിലും വിവാഹ കാര്യങ്ങളിലുമൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരും.
ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ആ ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളൊക്കെ മനസ്സിലാക്കി ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.